പൊതുയുഗയാത്ര സമാപിച്ചതിന് പിന്നാലെ സ്ഥാനാർത്ഥി നിർണയം വേഗത്തിലാക്കാൻ കോൺഗ്രസ്. സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മധുസൂദൻ മിസ്ത്രയും അംഗങ്ങളും ഇന്ന് തിരുവനന്തപുരത്തെത്തും. അതിനിടെ പാലക്കാട് DCC അധ്യക്ഷൻ എ തങ്കപ്പനെതിരെ നെന്മാറയിൽ വ്യാപക പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. പൊതുയുഗയാത്ര അവസാനിച്ചതിന് പിന്നാലെ സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും വേഗത്തിലാക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. ഘടകകക്ഷികളുമായുള്ള ചർച്ച പൂർത്തിയാക്കിയാലുടൻ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ആദ്യമെത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് കോൺഗ്രസിനുള്ളത്. സീറ്റുകൾ വിട്ടുനൽകില്ലെന്നും പരസ്പരം വെച്ചുമാറാൻ തയ്യാറാണെന്നുമാണ് കേരള കോൺഗ്രസിന്റെ നിലപാട്. മുസ്ലിം ലീഗുമായുള്ള സീറ്റ് വിഭജനവും എത്രയും വേഗം പൂർത്തിയാക്കും. ഇതിനുശേഷം കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കും. AICC നേതാവ് മധുസൂദനൻ മിസ്ത്രയുടെ നേതൃത്വത്തിലുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി ഇന്നെത്തും. 15-20 സീറ്റുകളിൽ കൂടി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനാണ് ശ്രമം. 50 സീറ്റുകളിലെ പട്ടിക സംസ്ഥാന നേതൃത്വം കഴിഞ്ഞ ദിവസം കമ്മിറ്റിക്ക് കൈമാറിയിരുന്നു. നെന്മാറ മണ്ഡലത്തിൽ DCC അധ്യക്ഷൻ എ തങ്കപ്പൻ മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. നെന്മാറയിൽ മത്സരിക്കാൻ എ തങ്കപ്പൻ വേണ്ടെന്നാണ് പോസ്റ്റർ. പയ്യന്നൂരിൽ CPM പുറത്താക്കിയ V കുഞ്ഞികൃഷ്ണൻ സ്ഥാനാർത്ഥിയായാൽ എതിർക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് നിലപാടെടുത്തു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കൺവെൻഷനിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെ വേണമെന്ന ആവശ്യമുയർന്നത്. 24 പാലക്കാട്, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.